കാട്ടാക്കട പുനലാൽ ചക്കിപ്പാറ സ്വദേശിയായ സിദ്ദിഖ് ഫൈസദ് ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ രണ്ടാമത്തെ കുട്ടിയായ ഐഷ ഫാത്തിമയാണ് മരിച്ചത്. ഈ മാസം 18-ാം തീയതി കുട്ടിക്ക് കണ്ണിന്റെ അലർജിക്ക് സമാനമായ രോഗമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. പിന്നാലെ 20-ാം തീയതി രോഗം മൂർച്ഛിച്ചതോടെ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയും കണ്ണിന് തുള്ളിമരുന്ന് ഉൾപ്പെടെ നൽകി കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അന്നു രാത്രി പനിയും ശ്വാസം മുട്ടലും മൂർച്ഛിച്ചതിനെ തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്തസാമ്പിളുകൾ ഉൾപ്പെടെ നൽകി വീട്ടിലേക്ക് മടങ്ങി. തുടർന്നും രോഗശമനം ഇല്ലാത്തതിനാലും ശ്വാസം മുട്ടൽ മൂർച്ഛിച്ചതിനെ തുടർന്നും വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് 2 ഇഞ്ചക്ഷനുകൾ നൽകിയത്. തുടർന്ന് കുട്ടിയുടെ മുഖം ഒരു വശത്തേക്കാവുകയും കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് വീഴുകയുമായിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. പിന്നാലെ നിരവധി തവണ CPR ഉൾപ്പെടെ നൽകിയ ശേഷം രക്ഷിതാക്കളെ അറിയിക്കാതെ തന്നെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും കുടുംബം ആരോപിക്കുന്നു. കുറേ നേരം ആവി പിടിച്ചതിന് ശേഷം മോള് പറഞ്ഞു മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, മുട്ടായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ഇങ്ങനെ ഹോണിപ്പറ്റി ഞാൻ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോഴെന്നെ അടുത്ത ഡോക്ടർമാർ ഓടി വന്നു. നെഞ്ചിൽ കുറേ പ്രാവശ്യം ഒരു 10-30 മിനിറ്റോളം CPR ECG ഒക്കെ വെച്ച് നോക്കി. രക്ഷപ്പെടാതെ നമ്മൾ പോലും പറയാതെ ഇവർ നേരെ ആംബുലൻസിൽ കയറ്റി. നമ്മളാരെയും കയറ്റിയില്ല. ഇവർ 2 ഡോക്ടർമാർ, ആര്യൻ ഭാര്യ ഡോക്ടറും ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ആംബുലൻസിലെ 2 സ്റ്റാഫുകളും കൂടി ചേർന്ന് നമ്മളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ വേളം വെച്ച് ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയും കൂടെ കയറ്റിക്കൊണ്ട് നെയ്യാർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ആദ്യമേ കൊണ്ടുവന്നപ്പോഴേ ഡെഡായിരുന്നു, മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മളൊരു 10 പ്രാവശ്യം മരുന്ന് കൊടുക്കാം, ആ മരുന്ന് കൊടുത്തിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി തിരിച്ച് കൊണ്ടുവരാൻ നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ടി വരും. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ തന്നെ ഒരു 10 മിനിറ്റോളം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിൽക്കുകയും ചെയ്തു. പിന്നെ ഒരു 8 പ്രാവശ്യം ഇവിടെ തുടരെ മരുന്ന് കൊടുത്തതിന് ശേഷം റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് അവർ മരണം സ്ഥിരീകരിച്ചു. കുട്ടിക്കൊപ്പം സിദ്ദിഖിന്റെ അമ്മയുമായി ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പം മുമ്പ് തന്നെ കുട്ടി മരിച്ചെന്നുള്ള വിവരമാണ് ഡോക്ടർമാർ നൽകിയത്. ഇഞ്ചക്ഷൻ നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായതെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പ്രധാനമായും ആരോപിക്കുന്നത്. കുട്ടിയുടെ നില മോശമായിട്ടും അരമണിക്കൂറോളം കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ വൈകിച്ചെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ കുടുംബം ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.